ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ക്രിമിനോളജി എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. നിങ്ങളുടെ എക്സാമിൻ്റെ മൊഡ്യൂൾ 2-ലാണ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ അവിടെ വന്നു പോകുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ആ മൊഡ്യൂളിൽ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ മൊഡ്യൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ബട്ട് എന്നിരുന്നാലും PSC UPSC പോലത്തെ എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൊഡ്യൂൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും. കാരണം ഒരൊറ്റ ചോദ്യത്തിനാണ് മിക്കപ്പോഴും ജോലി നമുക്ക് നഷ്ടമാകുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ജോലി നമുക്ക് മറക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു ചോദ്യം നമ്മുടെ ജോലിനെ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഇതൊന്ന് റീഫ്രഷിങ്ങിന് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എറണാകുളം ലോ കോളേജിലൊക്കെ പഠിച്ചവർ BA ക്രിമിനോളജി പഠിച്ചിരുന്നു MG യൂണിവേഴ്സിറ്റിയുടെ ഇടയിൽ. അതൊരു 5 years ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമായിരുന്നു അത് അഫിലിയേഷൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതല്ലാത്തവർക്ക് ഇതൊരു ഫ്രഷ് പേപ്പറാണ്. പക്ഷേ ഇതൊരു വലിയൊരു പേപ്പറാണ്. നമുക്ക് അതിലേക്ക് അങ്ങനെ ഡെപ്തിലേക്ക് പോകേണ്ടതില്ല. ഈ ഒരു എക്സാമിന് നമുക്കൊരു ബ്രീഫായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുക. ഒന്നാമത് തന്നെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പം ക്രിമിനോളജി എന്നുള്ളൊരു സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിമിനോളജി എന്നുള്ള സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ ഗ്രീക്ക് ഒറിജിനെ പറ്റി നമ്മൾ സ്വാഭാവികമായിട്ട് പറയേണ്ടി വരും. ക്രൈമൻ ആൻഡ് ലോജിയ എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നാണ് ക്രിമിനോളജി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എറ്റിമോളജിക്കലായിട്ടുള്ള മീനിങ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ എറ്റിമോളജിക്കലി നോക്കുകയാണെങ്കിൽ ക്രൈമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രൈമിനെയാണ്, അല്ലെങ്കിൽ അക്യൂസേഷനെയാണ്. അപ്പോൾ ക്രൈം എന്ന് പഠിക്കുക. ലോജിയ എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും സ്റ്റഡി ഓഫ്. അപ്പോൾ സ്റ്റഡി ഓഫ് ക്രൈം എന്നുള്ളൊരു സിമ്പിൾ മീനിങ്ങിലേക്ക് വരും. പക്ഷെ അത്ര സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള മീനിങ് നമ്മൾ ഒരിക്കലും ക്രിമിനോളജിക്ക് കൊടുക്കാറില്ല. ക്രിമിനോളജി നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് എന്താണ്? നമ്മൾ ക്രിമിനോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ക്രൈമിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി അല്ല. നമ്മളിവിടെ സംഭവിക്കുന്നത് ക്രിമിനൽ ബിഹേവിയർ, എങ്ങനെയാണ് ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിൽ ലോ മേക്കിങ്ങിന് നടക്കണം, അത്തരത്തിലുള്ള ബ്രോഡ് ഒരു മീനിങ്ങാണ് നമ്മൾ പൊതുവെ കൊടുക്കാറുള്ളത്. അത്തരത്തിലുള്ള നല്ല ഒരു മീനിങ് കൊടുത്ത ഒരാളെന്ന് പറയുന്നത് സദർലാൻഡിൻ്റെ പേര് നമുക്ക് പറയാം, എഡ്വിൻ സദർലാൻഡ്. നമ്മൾ ഡെപ്തിലേക്കൊക്കെ പോകും, ഒരുപാട് അകത്തേക്കൊക്കെ പോകുമ്പോൾ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ തിയറി ഉണ്ട്. അതൊക്കെ പ്രൊപ്പോസ് ചെയ്തത് എഡ്വിൻ സദർലാൻഡാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം അതൊന്നും ഓർത്തിരിക്കുക. എഡ്വിൻ സദർലാൻഡാണ് ഒരു വളരെ നല്ലൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. ക്രിമിനോളജി ഈസ് ദ സയൻറ്റിഫിക് ബോഡി ഓഫ് നോളേജ് regarding crime as a social phenomenon encompassing the process of making of law, breaking of law and reaction towards breaking of law. അപ്പോൾ നിയമം ബ്രേക്ക് ചെയ്യുന്നത്, അതിലേക്കുള്ള റിയാക്ഷൻ എങ്ങനെയായിരിക്കണം, അതിനെ ചുറ്റിപ്പറ്റി നിയമം എങ്ങനെ നിർമ്മിക്കപ്പെടണം, ഇത് ക്രൈം ഒരു സോഷ്യൽ ഫിനോമിനനാണ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡെഫിനിഷനാണ് നമുക്ക് സദർലാൻഡ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പേരാണ്, നിങ്ങളുടെ സിലബസിൽ ഈ പേരില്ല, റഫേൽ ഗാരഫാലോ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹമാണ് ഈ പറയുന്ന ക്രിമിനോളജി എന്നുള്ള ടേം പ്രോപ്പറായിട്ട് ആദ്യമേ ഉപയോഗിച്ച് തുടങ്ങിയത്. റഫേൽ ഗാരഫാലോ എന്നുള്ള പേരിൽ അദ്ദേഹമാണ് ഇത് ഉപയോഗിച്ചെന്നറിയപ്പെടുന്നത്. ശരിക്കും നിങ്ങളുടെ സിലബസിൽ വരുന്ന ഒരു സ്കൂളുണ്ട്, ഈ പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 3 ഇറ്റാലിയൻസ് ആണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് 3 പേര് കാണാൻ സാധിക്കും. അതിൽ ഈ ഗാരഫാലോ ഇല്ല. ഓക്കെ, അതിലുള്ളത് ഒരു ഫ്രഞ്ചുകാരനാണ് അതിന് പകരമുള്ളത്. അപ്പോൾ നമുക്ക് ആളുടെ പേരെന്ന് പറയുകയാണെങ്കിൽ ലംബ്രോസോ, സിസർ ലംബ്രോസോ വരും അതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ എൻട്രിക്കോ ഫെറി വരും. പിന്നെ മൂന്നാമതായിട്ട് വരേണ്ട ഇറ്റാലിയൻ സത്യം പറഞ്ഞാൽ റഫേൽ ഗാരഫാലോ ആണ്. അത് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടില്ല റഫേൽ ഗാരഫാലോയുടെ പേര്. നാലാമതായിട്ട് ഗബ്രിയേൽ ടാർഡയുടെ പേര് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ടാർഡ പക്ഷേ ഫ്രഞ്ചുകാരനാണ്. ടാർഡയുടെ പേര് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ എന്നാലും ഈ 4 പേരും അറിഞ്ഞു വെച്ചിരിക്കുക. ടാർഡ അങ്ങനെ ഒരു പ്യുവർ പോസിറ്റിവിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ബാക്കി 3 പേരും പ്യുവർ. ഇപ്പം ഞാൻ പറഞ്ഞ 3 പേരുകളും അതൊക്കെ നമ്മൾ ലേറ്റർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എഴുതിയെടുക്കണമെന്നില്ല, പേരൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇവർ നിങ്ങളുടെ സിലബസിൽ ഇവരുടെ പേര് കൃത്യമായിട്ട് എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 പേരും ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചോളുക. ഇവരെല്ലാം ഇറ്റലിക്കാരാണ്. ഈ മോഡേൺ ക്രിമിനോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് പ്രധാനമായിട്ട് കാരണക്കാരായത് ആരാണ്? ഈ പറഞ്ഞ ഇറ്റാലിയൻസ് ആണ്. പോസിറ്റീവ് സ്കൂളാണ്. പോസിറ്റീവ് സ്കൂളിനെ പറ്റി മാത്രമേ നിങ്ങളുടെ സിലബസിലും കൃത്യമായിട്ട് പറയുന്നുള്ളൂ. പക്ഷേ നേരെ പോയി പോസിറ്റീവ് സ്കൂൾ പഠിക്കാൻ പറ്റില്ല, ഉള്ളപോലെ പ്രോസസ്സ് വേണം. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയ മൈൻഡിൽ കീപ്പ് ചെയ്യുക. സദർലാൻഡ് ഡെഫിനേഷൻസ് ക്രൈമൻ ആൻഡ് ലോജിയ എന്നുള്ള വാക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് വന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ബേസിക്കലി ഓർത്തിരിച്ചിരിക്കുക. ഈ വാക്ക് പറഞ്ഞത് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് റഫേൽ ഗാരഫാലോ ആണ്. ഹീസ് ആൻ ഇറ്റാലിയൻ എന്നുള്ളത് ഓർത്തിരിച്ചിരിക്കുക. പിന്നെ ക്രിമിനോളജിയായിട്ട് ബന്ധപ്പെട്ട് ഇറ്റാലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പോസിറ്റീവ് സ്കൂളിലെ 3 പേരും ഇറ്റാലിയൻസ് ആണ് ഉള്ളതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂട്ടുന്ന കാര്യമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് താഴേക്ക് പോവാം.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ പോസിറ്റീവ് സ്കൂളിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ സിലബസിൽ പരാമർശിക്കുന്നതെങ്കിലും നേരെ പോസിറ്റീവ് സ്കൂളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്ഫുൾ ആവില്ല. പോസിറ്റീവ് സ്കൂളിന് മുന്നേ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് വൈ പോസിറ്റീവ് സ്കൂൾ ഈസ് അപ്പ്. അപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് സ്കൂൾ എന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കാരണം പോസിറ്റീവ് സ്കൂളിൽ പറഞ്ഞ പല കാര്യങ്ങളും തള്ളിപ്പോയിരുന്നേ, അതൊന്നും അപ്ലിക്കബിൾ അല്ലാണ്ട് തള്ളിപ്പോയി. അപ്പോഴും ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ മറ്റേ അനലിറ്റിക്കൽ സ്കൂളിനെ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്ന പോലെ അല്ല, അത്ര റെലവൻസ് ഇന്ന് ഈ പറയുന്ന സ്കൂളിനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സ്കൂൾ ഈ പറഞ്ഞ ക്രിമിനോളജിയിൽ അത്ര റെലവൻ്റ് അല്ല എന്ന്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ലീഗൽ അസിസ്റ്റൻ്റ് ഒക്കെ എഴുതിയവർക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രീ ക്ലാസിക്കൽ സ്കൂളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും, മറ്റ് ക്ലാസിക്കൽ സ്കൂളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്തായാലും പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറഞ്ഞത് ക്രിമിനോളജിയാണ്. ഇത് സ്വാഭാവികമായിട്ടും ജൂറിസ്പ്രുഡൻസ് ഒക്കെ ലീഗൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു പേര് കാണാം, സെൻറ്റ് തോമസ് അക്വിനാസ്, നാച്ചുറൽ സ്കൂളുകാരനായിട്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ മെയിനായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു സ്കൂളാണ് ഈ പറഞ്ഞ പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. അത് പോസിറ്റീവ് സ്കൂളൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ ഉള്ള ഒരു സ്കൂളാണ്. ഒരു 18th സെഞ്ച്വറി 17th സെഞ്ച്വറി വരെ റെലവൻ്റ് ആയിരുന്നു. ഒരു 12th സെഞ്ച്വറി പഴയ കാലം മുതൽ റെലവൻ്റ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇവരുടെ എങ്ങനെയാണ് ക്രൈമിനെ കണ്ടിരുന്നത്, അതായത് നമ്മുടെ പോസിറ്റീവ് സ്കൂൾ വരുന്നതിന് മുന്നേ ജനറലി ക്രൈമിനെ കണ്ടിരുന്നത് എങ്ങനെ, ഇവർക്കൊരു ഡെമണോളജിക്കൽ തിയറി ഓഫ് ക്രൈം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. സെൻറ്റ് അക്വിനാസിൻ്റെ കൺസെപ്റ്റാണ്. അതായത് മനുഷ്യന്മാർ പൊതുവെ നല്ല ആളുകളാണെന്നുള്ളതും നമ്മൾ ക്രൈം ചെയ്യുന്നത് നമ്മളെ ബാധ പൊസസ് ചെയ്യുന്നതും ഡെമൺസ് പൊസസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രൈം ചെയ്യുന്നുള്ളതും പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, അടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബാധ ഒഴിപ്പിക്കാൻ ചൂരിലെടുത്ത് വെച്ച് അടിക്കുമായിരുന്നു. അപ്പോൾ അടിക്കുമ്പോൾ ഈ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ പെയിൻ കാരണം ബാധ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു നമ്മൾ എന്താണ് ബിലീഫ്സ് ഓറിയൻറ്റഡ് ആയിരുന്നു, എന്താണ് ഗോഡ് ഓറിയൻറ്റഡ് ആയിരുന്നു, ഡിമോൺ പൊസഷനാണ് ക്രൈം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്കൂളാണ് പ്രീ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. അവരുടെ പരിപാടിയൊക്കെ അങ്ങനെ ഒരു രീതിയിലാണ് അത് പൊക്കോണ്ടിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പുതിയ ആളുകൾ വന്ന് പുതിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോബ്സും ലോക്കൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് സോഷ്യൽ കോൺട്രാക്ട് തിയറി വന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നു. പക്ഷെ എന്നാലും ഈ സ്കൂളും അത്ര റെലവൻ്റ് അല്ല. കാരണം ഇവർ സോഷ്യൽ കോൺട്രാക്ട് തിയറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ജൂറിസ്പ്രുഡൻസും മറ്റ് ഏരിയസൊക്കെ നിങ്ങളുടെ ഈ എക്സാമിന് അത്ര റെലവൻസ് അല്ല. അപ്പോൾ അവരെല്ലാം ഈ ഹോംസും ലോക്കയും എല്ലാവരും ഈ ഒരു തിയറിയുടെ അടിയിലാണ് വരുന്നത്. ഈ പ്രീ ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ഇവരും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു പോരാ. ഓക്കെ, അപ്പോൾ അത്രയാണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ദ പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി വാസ് എ ഡെമണോളജിക്കൽ സൂപ്പർസ്റ്റിഷൻ ബേസ്ഡ് അപ്രോച്ച് ദാറ്റ് ആട്രിബ്യൂട്ട്സ് ക്രൈം ടു ഡിമോണിക് പൊസഷൻ ഓഫ് ഈവിൾ സ്പിരിറ്റ് റാദർ ദാൻ ഫ്രീ വിൽ ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഫ്രീ വില്ലിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും നടക്കുന്നത്. ഒരു മനുഷ്യൻ സ്വമേധയാ തീരുമാനിക്കുന്ന അയാളെ ഫ്രീ വില്ലല്ല ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് പ്രീ ക്ലാസിക്കൽ. അപ്പോൾ മനുഷ്യൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബിഹേവിയർ അല്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ ഐഡിയ എങ്ങനെയായിരുന്നു, മനുഷ്യന് ക്രൈമിൻ്റെ മുകളിൽ യാതൊരുവിധ കൺട്രോളും ഇല്ല. അപ്പോൾ അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ലോജിക്കലി ഡിറൈവ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ദൈവവും ഡെമോൺസും ഒക്കെയാണ്. അപ്പം മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ അല്ല. മനുഷ്യന് ഒരു തരത്തിലും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം കൊണ്ടുവരാൻ പറ്റത്തില്ല. അടിച്ച് ഡിമണിനെ ഓടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത വരുന്നൊരു കൺസെപ്റ്റാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു സ്കൂളാണ് കയറി വരിക. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു 18th സെഞ്ച്വറിയിലേക്കാണ് ഇതൊന്ന് ഫേമസ് ആയി വരിക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ക്ലാസിക്കൽ സ്കൂളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെഡോണിസം അല്ലെങ്കിൽ ഹീഡണിസം എന്ന് നമ്മൾ പറയുന്ന കൺസെപ്റ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ജൂറിസ്പ്രുഡൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഹീഡണിസം ഇമ്പറേറ്റീവ് തിയറി ഓഫ് ലോ, ഇമ്പറേറ്റീവ് തിയറി അല്ല, ഹീഡണിസം എന്ന് പറയുന്നത് നമ്മുടെ ജെറമി ബെന്താമിൻ്റെ തിയറിയിലാണ് വരുന്നത്. പെയിൻ ആൻഡ് പ്ലഷർ തിയറി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. ജെറമി ബെന്താമിൻ്റെ പെയിൻ ആൻഡ് പ്ലഷർ തിയറി എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. നിയമം കൂടുതൽ സന്തോഷം കൊടുക്കുന്നതായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കൺസെപ്റ്റ് എടുത്ത് ക്രൈമിലേക്ക് കൊണ്ടുവരുന്നതാണ് ശരിക്കും ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ വക്താവ് എന്ന് പറയുന്ന സിസേർ ബക്കാരിയും അതുപോലെ തന്നെ ജെറമി ബെന്താമുമാണ് ഇതിൻ്റെ പ്രൊപ്പൺ. ഇപ്പം തന്നെ മനസ്സിലായാലോ എവിടെ നിന്നാണ് പെയിൻ ആൻഡ് പ്ലഷർ കയറി വന്നിട്ടുള്ളത് എന്നുള്ളത്. ജെറമി ബെന്താമിൽ നിന്നാണ് പെയിൻ ആൻഡ് പ്ലഷർ ഇവിടെയും വന്നിട്ടുള്ളത്. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എമർജ് ഡ്യൂറിങ് ദ 18th സെഞ്ച്വറി. എൻലൈറ്റ്മെൻറ്റ് പോസിറ്റ്സ് ദാറ്റ് ക്രൈം ഈസ് റാഷണൽ ഫ്രീ വിൽ ചോയ്സ് ഡ്രിവൺ ബൈ ഹീഡോണിസം അല്ലെങ്കിൽ ഹീഡനിസം.
അതായത് എന്താണ്, നമ്മുടെ ഫ്രീ വിൽ ചോയ്സാണ്, ഒരു മനുഷ്യൻ്റെ ഫ്രീ വിൽ ചോയ്സാണ് അവന് കൂടുതൽ സന്തോഷം കൊടുക്കുന്ന റിസൾട്ട് അപ്പം ഉണ്ടാക്കുക ക്രൈം ചെയ്യുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് അവൻ ക്രൈം ചെയ്തത്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴേക്കും അവൻ അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാവുക, അതുകൊണ്ട് അവൻ ക്രൈം ചെയ്തു എന്നുള്ള രീതിയിൽ എന്താണ് ഫ്രീ വില്ലിലേക്ക്, അയാളൊരു ഫ്രീ വിൽ ചോയ്സ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് ആര് പറയുക ക്ലാസിക്കൽ സ്കൂൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ക്ലാസിക്കൽ സ്കൂളിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ക്ലാസിഫൈഡ് ശരിക്കും ഈ ക്ലാസിക്കൽ സ്കൂളാണ് കോഡിഫൈഡ് ലോസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ സ്കൂളായിരുന്നു. എനിക്ക് ഒരു മിനിറ്റ് താഴത്തെ സ്ലൈഡുകളിൽ ബാക്കി ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അല്ല സോറി, ക്ലാസിക്കൽ സ്കൂളുകാരാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ കാരണക്കാർ, കോഡിഫൈഡ് ലോസ് ഉണ്ടാവാൻ ഉള്ള പ്രധാന കാരണക്കാർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആക്റ്റിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഹിഡണിസമാണ്, ആൾക്കാരെന്താണ് സന്തോഷത്തിന് വേണ്ടിയാണ് ക്രൈം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്രൈമും ഇവർ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ക്രൈമിനും കൊടുക്കേണ്ട പണിഷ്മെൻ്റ് എന്നാണ് ഇവർ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പണിഷ്മെൻറ്റ് വഴി നമുക്ക് ക്രൈമിനെ ഡിറ്റർ ചെയ്യാം. കാരണം ഇവർക്ക് ഗെയിൻ ചെയ്യുന്ന പ്ലഷറിനെ, ഇവർക്ക് കിട്ടുന്ന പെയിൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും, അതിനെ നമ്മൾ ബാലൻസ് ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ക്രിമിനൽ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ചിന്ത ഫസ്റ്റ് കൊണ്ടുവരുന്നത് ആരാണ്, ക്ലാസിക്കൽ സ്കൂളാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, അത് പിന്നെ വരാം. ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഫ്രീ വില്ല് കണ്ടെത്തി, മനുഷ്യൻ്റെ ഫ്രീ വില്ല് കൊണ്ടാണ് ചെയ്യുന്നത് കണ്ടെത്തി. ഇവർ ഫോക്കസ് എവിടെ വെച്ചു, ആ ആക്റ്റിൽ വെച്ചു. എല്ലാ മോഷണത്തിനും ഒരേ പണിഷ്മെൻറ്റ്, എല്ലാ കൊലപാതകത്തിനും ഒരേ പണിഷ്മെൻറ്റ്. അതായിരുന്നു ഈ ക്ലാസിക്കൽ സ്കൂളിലൊരു പ്രശ്നം അവിടെയായിരുന്നു. അപ്പോൾ ഇവർ നേരെ ദേ ഫോക്കസ്ഡ് ഓൺ ആക്ട് റാദർ ദാൻ ഇൻറ്റൻറ്റ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇൻറ്റൻറ്റ് ഇവർ സിമ്പിളായിട്ട് എന്തുകൊണ്ടാണെന്ന് തീരുമാനിച്ചു, അവർക്ക് കൂടുതൽ പ്ലഷർ കിട്ടുന്ന അതിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇൻറ്റൻറ്റ് അവരുടെ മോട്ടീവിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്താൽ അതിനൊരു പണിഷ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഈ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നില്ല, നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്കൂൾ ഇതിന് ശേഷം കയറി വരുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ സ്കൂളുകാർ പറഞ്ഞു അല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് സ്പെഷ്യൽ ഓരോ ഈ തെഫ്റ്റ് ആയാൽ പോലും വിശപ്പിന് വേണ്ടി മോഷ്ടിക്കുന്നവനും അത് തൊഴിലായിട്ട് ചെയ്യുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ പരിഗണിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ആൾക്കാർ കയറി വന്നത് നിയോ ക്ലാസിക്കലാണ്. അപ്പം ഈ രണ്ട് സ്കൂളുകളിലൂടെ നമുക്ക് ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോസിറ്റീവ് സ്കൂളിൽ എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സ്കൂളുകാർ പറഞ്ഞു മനുഷ്യന് ക്രൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ ദൈവവും ഡിമണൊക്കെ കൂടെ തീരുമാനിച്ചിട്ടാണെന്ന്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കാണ് എന്ത് പറഞ്ഞത്, ഈ ക്ലാസിക്കൽ സ്കൂളുകാർ വന്നത്. ബെക്കാരിയ വന്നു, ജെറമി ബെന്താം വന്നു. എന്താണ് അവരുടെ ഈ ഹീഡനിസവും കൺസെപ്റ്റും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറി വന്നു. ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി മാറി, ഇത് ഫ്രീ വില്ലിൽ തന്നെ ചെയ്യുന്നതാണ്, എല്ലാവരും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യും, അതിനുള്ള പണിഷ്മെൻറ്റുകളും അത് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെന്താണ് എന്താണ് തെറ്റുകളെന്ന് കൃത്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, അത് എഴുതി വെച്ച് കോഡിഫൈ ചെയ്യണം എന്നുള്ള റിക്വയർമെൻറ്റൊക്കെ ശരിക്കും ക്ലാസിക്കൽ സ്കൂൾ വന്നു. അങ്ങനെ കോഡിഫിക്കേഷനൊക്കെ നടക്കാൻ പ്രധാനമായിട്ട് ഇവർ കാരണമായി എന്നുള്ളൊരു പോസിറ്റീവ് സൈഡൊക്കെ ഇവർക്കും. എന്നാൽ ഇവിടെ എല്ലാം പ്രശ്നം ഈ രണ്ടിടത്തും ഒരു എംപെരിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റഡി നടന്നിട്ടില്ല. ഇവർ രണ്ടുപേരും, ഒരാൾ ആരെ പറഞ്ഞു അത് നമ്മളെ കൊണ്ട് പറ്റില്ല, അത് ദൈവത്തെ നോക്കിയതാണ്. അടുത്ത ആൾ പറഞ്ഞു എന്താണ് അവൻ്റെ ലാഭത്തിന് അവൻ ചെയ്തു. പക്ഷെ എന്നാലും അവൻ്റെ ലാഭത്തിന് വേണ്ടിയിലാണ് പല പല സാഹചര്യങ്ങളിൽ ഒരേ ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് പറഞ്ഞ മറ്റ് പുറത്തുള്ള ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്യുന്നതും പുറത്തുള്ള സിറ്റുവേഷനെ നോക്കുന്നതിനൊക്കെ പ്രകാരം ആദ്യമായിട്ട് ക്രിമിനൽസിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ക്രൈമിൻ്റെ ഫോക്കസ് ഇൻഡിവിജ്വൽ ക്രിമിനൽസിലേക്ക് ആദ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സ്കൂളാണ്. അതാണ് പോസിറ്റീവ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് സ്കൂളാണ് ആദ്യമായിട്ട് ക്രിമിനോളജി അല്ലെങ്കിൽ ക്രൈമിൻ്റെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ക്രിമിനോളജിക്കൽ സ്റ്റഡി ക്രിമിനൽസിലേക്ക് ഓരോ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്ത സ്കൂളെന്ന് പറയുന്നത് പോസിറ്റീവ് സ്കൂളായിരുന്നു. അപ്പോൾ അവർ ആ സാധനം ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പൊതുവെയുള്ള അല്ലെങ്കിൽ ക്രിമിനൽസിനെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് പകരം ക്രിമിനൽസിലേക്ക് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന കണക്കെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് പോസിറ്റീവ് സ്കൂളിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, കാരണം നിങ്ങളുടെ സിലബസിൻ്റെ അകത്ത് കൃത്യമായിട്ട് വരുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുക, നമ്മൾ ലൊംബ്രോസോനെ പഠിക്കും, എൻറിക്കോ ഫെറിനെ പഠിക്കും. ഇവർ രണ്ടൊരു ഇറ്റാലിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് വരുന്നതാണ് ഗബ്രിയൽ ടാർഡെ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. നമ്മൾ അദ്ദേഹത്തെ നോക്കും. ഗാരഫയലോൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നതല്ല. ഓക്കെ, അപ്പം ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. ബിഫോർ ദ പോസിറ്റീവ് സ്കൂൾ
classical school Beccarian Bentham dominated. It was based on social contract and the idea of free will. It assumed everyone is rational and calculates pleasure versus pain. നമ്മളെപ്പോഴും ക്രൈം ചെയ്യുമ്പോൾ നമ്മളെ പ്ലഷറും പെയിനും കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അതാണെന്നൊക്കെ അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചൊന്നും ക്രൈം ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒന്ന് സോഷ്യൽ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ഹോബ്സിൻ്റെ തിയറിയൊക്കെയാണ്, ലോക്കയുടെയൊക്കെ, അതിലേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോരാ നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ കോൺട്രാക്ട്. അത് കുറേ കഥ പറയേണ്ടി വരും. ആദ്യം മനുഷ്യന് അവന് കുറേ അവകാശങ്ങളുണ്ടായിരുന്നു. ആ അവകാശങ്ങൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സറണ്ടർ ചെയ്തു, സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇതിനകത്തുണ്ടാകുന്ന വയലേഷനാണ് ക്രൈം. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നൊരു പ്രോസസ്സ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിയറീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോരാവുന്നതാണ്. സദർലാൻഡിൻ്റെ തിയറിയും സോഷ്യൽ കോൺട്രാക്ട് തിയറിയും മറ്റ് തിയറീസൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. നിങ്ങളത് നോക്കി വയ്ക്കുന്നതും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പം ഫ്രീ വില്ലും സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെയൊക്കെ ഒരു വയലേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ആര് കണ്ടിരുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ക്ലാസിക്കൽ സ്കൂളുകളും അതുപോലെ തന്നെ അതിന് മുന്നേ വന്ന സ്കൂളുകളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വന്നത് ദ പോസിറ്റീവ് സ്കൂൾ എമർജ് ഇൻ ദ ലേറ്റ് 19th century, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം ക്രൈം ടു ക്രിമിനൽസ്. ക്രൈമിൽ നിന്ന് ക്രിമിനലിലേക്ക് ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരാൾ ദൈവത്തിലേക്ക് പറഞ്ഞു, മറ്റൊരാൾ പ്രവൃത്തി ആക്ടിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന. കൊലപാതകം, ഇനി കൊലപാതകത്തിന് എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാം, കൊലപാതകത്തിന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഈ കൊലപാതകം ചെയ്തവൻ ആരാണ്, കൊലപാതകം ചെയ്തവൻ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിലെത്തി, അല്ലെങ്കിൽ അവൻ എങ്ങനെ എനിക്ക് കൊല ചെയ്യാൻ പറ്റുന്നില്ല, അവനെ കൊണ്ട് എങ്ങനെ കൊല ചെയ്യാൻ പറ്റുന്നു, ഒരാളെ കത്തിയെടുത്ത് കുത്താനുള്ള എന്ത് സെറ്റപ്പാണ് അവനുള്ളത്. നമുക്കൊരു കത്തി എന്നിട്ടുള്ള കെട്ടിയിട്ട് കുത്തിക്കുമെന്ന് പറയാൻ നമുക്ക് കൈവറയ്ക്കും. അപ്പോൾ അവനെങ്ങനെ സാധിച്ചു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ലേ? അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതില്ലേ? അങ്ങനെ ഒരാൾ ഇനി നാളെ ഉണ്ടാവാണ്ട് നമ്മൾ നോക്കേണ്ടതില്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിമിനൽ സമൂഹത്തിലുണ്ടെങ്കിൽ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതില്ലേ? ഈ പ്രശ്നങ്ങളാണ് ശരിക്കും പോസിറ്റീവ് സ്കൂള് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫോക്കസ് കൊടുത്തത് എന്ന് പറയാം. അപ്പം പോസിറ്റീവ് സ്കൂൾ എന്ത് ചെയ്തു? ക്രൈമിൽ നിന്ന് ക്രിമിനൽസിലേക്ക് എന്ത് ചെയ്തു? ക്രിമിനോളജിനെ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ചുമ്മാ ജനറലായിട്ട് ക്രൈമിനെ പറ്റി പഠിക്കുന്നതിന് പകരം ക്രിമിനൽസും ക്രിമിനൽ ബിഹേവിയറും മനസ്സിലാക്കാം, ക്രിമിനൽ ബിഹേവിയർ മനസ്സിലാക്കാൻ ക്രിമിനോളജിനെ ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് വരുന്ന ഒരു ഷിഫ്റ്റ് നടക്കുന്നത് ഈ പോസിറ്റീവ് സ്കൂളാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോസിറ്റീവ് സ്കൂളിലെ ഏറ്റവും വലിയ റെലവൻസ്. ക്രിമിനൽ ബിഹേവിയർ സ്റ്റഡിയബിൾ ആണ്. ഓക്കെ, അതിന് എംപെരിക്കലി സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോസിറ്റീവ് സ്കൂളിലാണ്. ഓക്കെ, ഇറ്റ് റിപ്ലേസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ വിൽ വിത്ത് ഡിറ്റർമിനിസം. അതായത് എന്താണ് ഫ്രീ വിൽ? എല്ലാവരും ആര് വേണമെങ്കിലും ക്രൈം ചെയ്യും, ആര് വേണമെങ്കിലും അവൻ്റെ ലാഭത്തിന് ക്രൈം ചെയ്യും എന്നുള്ളിടത്ത് നിന്നിട്ട് ഇപ്പോൾ ഇവരുടെ ഡിറ്റർമിനൻസൊക്കെ ഫെയിലായി, എന്നാൽ പോലും ഇവർ ശ്രമിച്ചു. അതാണ് ഇവർ ഡിറ്റർമിനൻസം എന്ന് പറയുന്നത്. ഡിറ്റർമിനൻസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയാണ് നമുക്ക് ചില ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഒരാളിലുണ്ടെങ്കിൽ അവൻ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ളവനാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാം എന്ന് പറയുന്നതാണ്. അതാണ് ഈ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ദ ഐഡിയ ദാറ്റ് ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ ക്രിമിനൽ ബിഹേവിയർ. അത് പറഞ്ഞിട്ട് ക്രിമിനൽ ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് ബിയോണ്ട് ആൻ ഇൻഡിവിജ്വൽസ് കൺട്രോൾ. ഒരാളുടെ ഇൻഡിവിജ്വൽ കൺട്രോളിന് അപ്പുറത്തുള്ള എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വഴി നമുക്ക് അയാളെ ക്രിമിനലാണോ അല്ലോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞാൽ. ഫിസിക്കൽ എന്ന് പറയാൻ കാരണം ഇവിടെ പിന്നെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ എന്ന്. നമ്മൾ ആദ്യമേ പഠിക്കുന്ന ലെംബ്രോസയാണ്. ലെംബ്രോസ ശരിക്കും ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ഡിറ്റർമിനിസത്തിന് വേണ്ടി ഉപയോഗിച്ചത്. കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ക്രിമിനലാണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാം എന്ന്. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യല്ലേ, അങ്ങനെ ജനറലൈസ് ചെയ്യല്ലേ, അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറയുന്ന കാര്യം അതാണ് അന്ന് ശരിക്കും ലംബ്രോസോ ചെയ്തത്. അല്ലെങ്കിൽ ഇതൊക്കെ അതൊക്കെ കണ്ടറിഞ്ഞൂടെ അവൻ ക്രിമിനലാണെന്ന് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ശരിക്കും ലംബ്രോസോ ശരിക്കും ആദ്യമേ ഉണ്ടാക്കിയത് സത്യം പറയുക. ദ ഐഡിയ ദാറ്റ് ക്രിമിനൽ ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് ബിയോണ്ട് ആൻ ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ കൺട്രോളിനപ്പുറത്തേക്ക് ഇവൻ ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവൻ ക്രൈം ചെയ്യുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത പരിപാടിയാണ് ഈ പറഞ്ഞ പോസിറ്റീവ് സ്കൂൾ ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബയോളജിക്കലുണ്ട്, സൈക്കോളജിക്കലുണ്ട്, സോഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ ലംബ്രോസോ ബേസിക്കലി ചെയ്തത് ഈ പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. ക്രിമിനൽ ആന്ത്രോപോളജി എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സ്റ്റഡീസൊക്കെ പോയത്. നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ വരുന്നത് സിസേർ ലംബ്രോസോ ആണ്. 1835 മുതൽ 1909 വരെ ജീവിച്ചിരുന്ന ആളാണ്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജിയുടെ ഫാദറായിട്ട് നമ്മൾ
വിളിക്കുന്നത് ലൊംബ്രോസോനെയാണ്. ചില ബുക്കുകളിൽ സിസേർ ബക്കാരിയനെ കാണാം. ഫോർ എക്സാമ്പിൾ പരഞ്ചപ്പെ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബുക്കാണ് പരഞ്ചപ്പ എന്ന് പറയുന്നത്. അതിൽ ബക്കാരിയ എന്ന് കാണാം. അത് തെറ്റ് പറ്റിയതാണെന്ന് മാത്രം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കത്തില്ല, കാരണം വേറെ ഏത് സോഴ്സിൽ തപ്പിയാലും അത് അങ്ങനെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അന്നത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എററാണ് ബക്കാരിയ എന്ന് വരുന്നത്. സിസർ ലൊംബ്രോസോ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി ഈസ് സിസർ ലൊംബ്രോസോ. അപ്പോൾ ഇദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇവരൊക്കെ ഇറ്റലിക്കാരാണ്. ആസ് ആൻ ഇറ്റാലിയൻ ആർമി ഡോക്ടർ ഹി ബിഗാൻ മെഷറിംഗ് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സോൾജേഴ്സ് ആൻഡ് ക്രിമിനൽസ്. അപ്പോൾ ഇദ്ദേഹം ഫിസിക്കലായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ക്യാരക്ടർ വെച്ച് ഇദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി, കുറച്ച് ക്യാരക്ടേഴ്സ്. തല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി ഏപ്പ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് എന്ന് ഇദ്ദേഹം ജനറലൈസ് ചെയ്തു. സ്വാഭാവികമായിട്ടും എന്താണ്, നീഗ്രോസ്, ബ്ലാക്സ്, ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇവരെല്ലാം ക്രിമിനൽസ് ആണ് എന്നാവും ആ ക്ലാസിഫിക്കേഷനിൽ അവസാനം എത്തിച്ചേരുക എന്ന് പറയും. ഏപ്പ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് വരും. സ്കള്ള്, ചുണ്ട് തടിച്ചിരിക്കുക, ചെവി വലുതാവുക, അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുക, മൂക്ക് തടിച്ചിരിക്കുക, അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊരു 16 ഫീച്ചേഴ്സ് ഇദ്ദേഹം ശരിക്കും മേക്ക് ചെയ്തിട്ടുണ്ട്. 16 ഫീച്ചേഴ്സിൽ വെച്ചിട്ട് ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് ഇദ്ദേഹം ശരിക്കും ആദ്യമേ പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറി ഈസ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് ബൈ ഡാർവിൻ. അതായത് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. ഡാർവിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറി, ഈ എവല്യൂഷനെയൊക്കെ പറ്റി പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറി വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ക്രിമിനാലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇവർ പറയുന്ന ചില ആളുകൾക്ക് റിവേർഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു മോഡേൺ സൊസൈറ്റിക്ക് വേണ്ടുന്ന രീതിയിൽ എവല്യൂഷനൊക്കെ നടന്നാണ് ഇന്നത്തെ മോഡേൺ മനുഷ്യനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിലെ ചില ആളുകൾ ഇത്രയും ഇവോൾവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഇവോൾവ് അല്ലാത്തത് കൊണ്ട് അവർക്കൊരു ഏപ്പിലേക്ക് ഫീച്ചേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മോറലിനനുസരിച്ച്, നമ്മുടെ ബെറ്റർ ബിഹേവിയറിനനുസരിച്ച് അവർ വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇമ്പൾസുകളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരൊക്കെ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ക്രൈം ചെയ്യും. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഡാർവിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറിയൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ട വന്നു, ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, റിവേർഷൻ. ഹിസ് തിയറി ഈസ് നോൺ ആസ് തിയറി ഓഫ് റിവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഈ തിയറി ഓഫ് റിവേർഷൻ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം ധൈര്യമായിട്ട്. ലംബ്രോസോ ആണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ എവല്യൂഷനിൽ വരേണ്ട ആ ഒരു സ്റ്റേജിൽ എത്താത്ത ആളുകൾ, ചിലർ എന്താണ് ബാക്കിലായിപ്പോയി, ആ ബാക്കിലായിപ്പോയ ആളുകളൊക്കെ ക്രൈം ചെയ്യും എന്നുള്ളത്. അതാണ് ഈ തിയറി ഓഫ് റിവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അക്യൂസേഷൻ, അല്ലെങ്കിൽ അത് മറ്റൊരു ആവശ്യകതയാണ് അദ്ദേഹം പറയുന്നതാണ് എന്നാണ് ക്രിമിനാലിറ്റി. മെൻഷനിലുള്ള ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിട്ടാണ് പുള്ളി പറയുന്നത് അത് ഇറ്റ് ഈസ് ഹെറിഡിറ്ററി. ഒരു ഫാമിലിയിൽ നിന്ന് അയാൾ അടുത്ത സന്താനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്, ജെനറ്റിക്കലാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നാച്ചുറലായിട്ടുള്ള അത്ര എവല്യൂഷൻ പെട്ടെന്ന് എത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷൻ, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇത്തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത് ഇതിനെ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അതൊന്ന് ബേസിക്കായിട്ട് നോക്കി പോരാ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തിയറി, ഇതിനെ നമ്മൾ വേറൊരു ഇപ്പം റിവേർഷൻ, തിയറി ഓഫ് റിവേർഷൻ എന്ന് പറയും. അതുപോലെ മറ്റൊരു പേരാണ് തിയറി ഓഫ് അറ്റാവിസം. ശരിക്കും ഈ പേരാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അറ്റാവിസം എന്നുള്ള പേരാണ് കൂടുതൽ എടുത്ത് വരിക, അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുക എന്ന് പറയുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ഈ ഒരു വ്യക്തിനെ പുള്ളി വിളിക്കുന്നത് അറ്റാവിസ്റ്റിക് മാൻ എന്നാണ്. ഓക്കെ, അറ്റാവിസ്റ്റിക് മാൻ, ഇവനാണ് ആ എവല്യൂഷൻ അച്ചീവ് ചെയ്യാത്ത വ്യക്തി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൺസേൺ, ഹി ആർഗ്യൂഡ് ദാറ്റ് ക്രിമിനൽസ് വെയർ എവല്യൂഷണറി ത്രോ ബാക്സ് ഓർ ബയോളജിക്കൽ ആക്സിഡൻറ്റ്സ് ഹു ഹാഡ് നോട്ട് ഫുള്ളി ഇവോൾവ്. മൊത്തത്തിൽ ഇവോൾവ് ചെയ്യാത്ത ആളുകളാണ് ഈ ക്രിമിനൽസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് അക്ടാവിസം ഈസ് ദാറ്റ് ക്രിമിനൽസ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ്. അപ്പോൾ ക്രിമിനൽസ് ബോൺ ആണ്, അവർ ഉണ്ടാക്കിയതല്ല, അവർ ജനിക്കുമ്പോഴേ അവരത് ഇവല്യൂഷൻ അച്ചീവ് ചെയ്യാത്ത ആളുകളാണ്. അവർ ജനിക്കുമ്പോഴേ ക്രിമിനൽസ് ആണ്, പിന്നീടുള്ള സാഹചര്യങ്ങളൊന്നുമല്ല, ജനിക്കുമ്പോഴേ ഇവനൊക്കെ ക്രിമിനലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് പറയുന്നത്,
അറ്റാവിസം പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്. ദേ ആർ എസെൻഷ്യലി പ്രിമിറ്റീവ് ഹ്യൂമൻസ് ലിവിങ് ഇൻ എ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന പ്രിമിറ്റീവ് ഹ്യൂമൻസ് ആണ് ഇവരെന്ന് പറയുന്നത്. ദേ ആർ ബിയോണ്ട് റീഫോർമേഷൻ. ഇവരെ റീഫോം ചെയ്ത് നന്നാക്കാം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വെറുതെയാണ്. ഇവരെ റീഫോം ചെയ്യലൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹി യൂസ്ഡ് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ക്രിമിനാലിറ്റി. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ഈ പറയുന്ന ഫിസിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്തത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ രീതിയിൽ കാണാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിമിനലാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു കളയും. ഓക്കെ, അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇവനെ ഇപ്പം തന്നെ സമൂഹത്തിന് ഒഴിവാക്കിക്കോ, അതായിരിക്കും നല്ലതെന്ന് പറയും. നമ്മൾ പഴയ ചില ആർട്ടിക്കിൾസൊക്കെ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞതൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. തപ്പിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാസീസ് ജൂതന്മാരെ ഒഴിവാക്കാനൊക്കെ ശരിക്കും ഇത്തരത്തിലുള്ള തിയറിക്കൊക്കെ വളരെ വലിയ റോൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം ഇവരൊക്കെ ഓൾറെഡി പറയുന്ന ഈ തിയറി എന്താ പറയുന്നത്, ഇവനൊക്കെ എന്തായാലും ക്രൈം ചെയ്യും, ഇവൻ ഒരിക്കലും റീഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ്റെ തലയും മുടിയും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവൻ ക്രിമിനലാണെന്ന്. അപ്പോൾ ഇപ്പോഴേ ഇവനെ ഒഴിവാക്കിക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ തിയറിയുടെ ഇത്. അങ്ങനെ ജേർണൽസിലാണ്, ഒഫീഷ്യൽ ബുക്സിലൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എഫക്ട്സ് ഒക്കെ, നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു തിയറി ആണെന്നുള്ള അക്യൂസേഷൻ ശരിക്കും ഇതിന് ക്ലിയർ ആയിട്ട് കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം കുറച്ച് ഫിസിക്കൽ സ്റ്റിഗ്മാറ്റാസ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ക്രിമിനലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അസിമെട്രിക് ഫേസ് ഓർ സ്കൾ. ഫേസ് ഓർ സ്കളോ അതിൻ്റെ ഫേസ് അസിമെട്രിക് ആണ്, പ്രോപ്പർ അല്ല, സാധാരണ വരുന്നതിനേക്കാളും വ്യത്യസ്തമാണ്. അൺയൂഷ്വലി ലാർജ് ഓർ സ്മോൾ ഇയേഴ്സ്. ശരിക്കും ഇത് 16 ഉണ്ട്, 16 നമ്മളോട് ലിസ്റ്റ് ചെയ്യുന്നില്ല, ബേസിക്കായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. വലിയ ചെവി അല്ലെങ്കിൽ ചെറിയ ചെവി. ഹൈ ചീക്ക് ബോൺ വളരെ പൊങ്ങിയിരിക്കുന്നു. ഓർ പ്രൊട്രൂഡിങ് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ജോയാണ് അവനുള്ളത്. ഇപ്പോഴാണെങ്കിൽ ജോ ലൈനൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പാടുപെടുകയാണ്, അത് വേറെ കാര്യം. എക്സസീവ് ആം ലെങ്ത്, കൈയുടെ നീളം സാധാരണയേക്കാളും വളരെ കൂടുതൽ. ഇൻസെൻസിറ്റീവ് ടു പെയിൻ ഓർ ലാക്ക് ഓഫ് മോറൽ. പെയിനിന് ഇൻസെൻസിറ്റീവ് ആണ്, എന്താണ് മോറൽ സെൻസ് ലാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ പിന്നീട് അദ്ദേഹം സൈക്കോളജിക്കലായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്താൽ പുള്ളിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഫിസിക്കലായിട്ടുള്ള ട്രേഡ്സ് ആയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ശരിക്കും ലേറ്റർ ഹാഫിൽ അദ്ദേഹം ഇത് മോഡിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ 1/3 പേര് മാത്രം, ഇങ്ങനെ ഫീച്ചേഴ്സ് ഉള്ള 1/3 പേര് മാത്രമേ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അറ്റാവിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകളിൽ തന്നെ 1/3 പേരൊക്കെ ക്രൈം ചെയ്യാറുള്ളൂ. പിന്നെ എൻവയോൺമെൻറ്റൽ ഫീച്ചേഴ്സ്, അതായത് ഈ പ്രോവർട്ടിയും എഡ്യൂക്കേഷനൊക്കെയാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇദ്ദേഹം പിന്നീട് മാറ്റി പറഞ്ഞായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അത് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹം മാറ്റി പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും അവിടെ നിൽക്കണം. നമുക്കാകെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി അറിയേണ്ടത് അറ്റാവിസ്റ്റിക് മാൻ എന്ന് പറയുന്ന ആളുടെ പ്രൊപ്പോസലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ലംബ്രോസോടെ ആണെന്ന് ഓർത്തിരിക്കുക. ഫിസിക്കൽ അല്ലെങ്കിൽ ക്രിമിനൽ ആന്ത്രോപോളജി, എന്താണ് ഹ്യൂമൻ ആന്ത്രോപോളജി വെച്ചിട്ട് ക്രൈം, നരവംശാസ്ത്രത്തിനെ വെച്ചുകൊണ്ട് ക്രൈമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച ആളാരാന്ന് ചോദിക്കുക, അപ്പോഴും ലംബ്രോസോ എഴുതാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ ക്രിമിനൽ ആന്ത്രോപോളജി, അതുപോലെ തന്നെ തിയറി ഓഫ് റിവേർഷൻ ആരാണ്, തിയറി ഓഫ് അറ്റാവിസം ആരുടെയാണ്, അറ്റാവിസ്റ്റിക് മാൻ ആരുടെയാണ്, അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, അതായത് ഡാർവിൻ്റെ ബുക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ഈ ഒറിജിൻ ഓഫ് സ്പീഷ്യസിൻ്റെ അകത്ത് നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടുണ്ടാക്കുന്ന ക്രിമിനോളജിക്കൽ സ്കൂൾ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എടുത്ത ക്രിമിനോളജിസ്റ്റ് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് അറ്റാവിസ്റ്റിക് മാൻ എന്നുള്ളത് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എഴുതി പോരെ ഇതെല്ലാം ആരുടെയാണ്, ഇതെല്ലാം നമ്മുടെ ലംബ്രോസോയുടെ ആണ് എന്നുള്ളത്. നമുക്ക് ഇങ്ങനെ 1 വേർഡ് ആൻസറിങ് ആണ് പ്രധാനമായിട്ടും ഇവിടെ വേണ്ടി വരിക. പല കൺസെപ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് ആസ് ഡിസ്കസ്ഡ് ഇൻ നമ്മുടെ ഒറിജിൻ ഓഫ് ദ സ്പീഷ്യസ്, ഡാർവിൻ്റെ ബുക്കാണ്. അതിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ ക്രിമിനൽ തിയറിയാണ്. എവല്യൂഷൻ അച്ചീവ് ചെയ്യാത്ത റിവേർഷൻ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് ക്രിമിനൽസ്. അവർക്ക് അറ്റാവിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇത്രയും ബേസിക്കലി കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത്. ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഷിഫ്റ്റ് ക്രിമിനൽ ബിഹേവിയർ സ്റ്റഡി ഫ്രം എ മോറൽ ബേസിസ് ടു ആൻ എംപെരിക്കൽ വൺ. മോറൽ ബേസിസിൽ നിന്ന് എംപെരിക്കൽ ആയിട്ടുള്ള സ്റ്റഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് ലംബ്രോസോ ആണ്. ഓക്കെ, അതായത് ഇദ്ദേഹത്തിന് എംപെരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ സയൻറ്റിഫിക് സ്റ്റഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റേതൊക്കെ മോറലായിരുന്നു. ഇവർക്ക് ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ പെയിൻ ആൻഡ് പ്ലഷർ അളക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുപോലെ ഈ ഡീമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അളക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ എംപെരിക്കലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചപ്പോൾ തെറ്റൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ അതാണ് എംപെരിക്കൽ സ്റ്റഡി, നമ്മൾ എംപെരിക്കൽ ഡേറ്റ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോപ്പർ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ലംബ്രോസോടെ ആയിരുന്നു. അതുകൊണ്ടാണ് ക്രിമിനോളജി എന്നുള്ളൊരു സയൻറ്റിഫിക് സ്റ്റഡി ആയിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ എഫേർട്സ് കൊണ്ടാണ്. ആൻഡ് ആർഗ്യൂഡ് ഫോർ ഇൻട്രാക്ഷൻ ഓഫ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ
ക്രിമിനൽ ബിഹേവിയർ. ഇദ്ദേഹത്തിൻ്റെ ലേറ്റർ ഹാഫിൽ ഇദ്ദേഹം ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ലേറ്റർ ഹാഫിൽ ഇദ്ദേഹത്തെ പിൻവലിക്കുകയും പറഞ്ഞിടത്ത് 1/3 മാത്രമേ ഫിസിക്കൽ ഇതുള്ളൂ, അവർക്കും ഈ പറഞ്ഞ പോലെ ഫിസിക്കലായിട്ടുള്ള അത് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്, എഡ്യൂക്കേഷൻ അതും ഇതുമൊക്കെ ഇവരുടെ ക്രൈമിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ളതൊക്കെ പിന്നീട് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫോക്കസ് ഷിഫ്റ്റൊക്കെ ലംബ്രോസോയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലംബ്രോസോയുടെ ക്ലാസിഫിക്കേഷൻ ക്രിമിനൽസ് നമ്മളിവിടെ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമേ ബോൺ ക്രിമിനൽസിനെ പറ്റിയിട്ടായിരുന്നു അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബോൺ ക്രിമിനൽസ് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ പുള്ളി ഒരു ചെറിയ കാര്യം മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 3 തരം ക്രിമിനൽസിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഒന്ന് പറഞ്ഞാൽ ബോൺ ക്രിമിനൽസ്, അതായത് അറ്റാവിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്ക്. അപ്രോക്സിമേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് 1/3 നമ്മൾ ക്രിമിനൽസിനെ എടുക്കുകയാണെങ്കിൽ 3/1 ആളുകൾക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. എല്ലാവരും അല്ല, 3/1 പേർക്ക് ഈ ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻസൈൻ ക്രിമിനൽസ്, ദോസ് വിത്ത് മെൻ്റൽ ഇൽനെസ്, ചിലർക്കെന്ന് പറഞ്ഞാൽ ക്രൈം ചെയ്യുന്ന മെൻ്റൽ ഇൽനെസ് കാരണമാണ്. അത് ഈ പറഞ്ഞ പോലെ ക്ലെപ്റ്റോമാനിയൊക്കെ അല്ലെ, ഇപ്പോൾ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒരു സാധനം അടിച്ചുകൊണ്ട് പോകും. അപ്പം ഇൻസൈൻ ആയിട്ടുള്ള ക്രിമിനൽസ് ഉണ്ട്. അതുപോലെ ക്രിമിനലോയിഡ്സ് ഉണ്ടെന്നും അദ്ദേഹം പറയും. ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് ഫിസിക്കൽ സ്റ്റിഗ്മറ്റ ഹു കമ്മിറ്റ് ക്രൈം അണ്ടർ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ പ്രഷർ. അതായത് ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള നമ്മൾ നോക്കുമ്പോൾ മോഡേൺ മൈൻഡിന് വേണ്ടുന്ന എല്ലാ എവല്യൂഷനും അച്ചീവ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് എന്നാൽ ഇവർ ക്രൈം കമ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവരെ അദ്ദേഹം ക്രിമിനലോയിഡ്സ് എന്ന് വിളിച്ചു. ഓക്കെ, ദോസ് പീപ്പിൾ ഹു ഹാസ് അച്ചീവ്ഡ് ദ മോഡേൺ എവല്യൂഷൻ. നമ്മൾ മോഡേൺ എവല്യൂഷണറി പ്രോസസ്സിൽ നമ്മൾ എവിടെ എത്തണമോ അവിടെ എത്തിയ ആളുകളാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ക്രൈം കമ്മിറ്റ് ചെയ്യും. അവരുടെ ക്രിമിനലോയിഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം എന്താണ്, സൈക്കോളജിക്കലായിട്ട് ഇഷ്യൂ ഉള്ള ആളുകൾ ക്രൈം ചെയ്യുമെന്നും ഇദ്ദേഹം പറയും. ക്ലെപ്റ്റോമാനിയൊക്കെ മറ്റ് സൈക്കോ ആയിട്ടുള്ള ഇഷ്യൂസും ഇദ്ദേഹം അഡ്രസ്സ് ചെയ്തു. അതിൽ ചിലർ ജനിക്കുമ്പോഴേ ക്രിമിനലാണെന്നും പറഞ്ഞു, പിന്നെ ക്രിമിനലോയിഡ്സ് ഉണ്ടെന്നും പറഞ്ഞു. ആ 3 തരത്തിലാണ് ഇദ്ദേഹം ക്രിമിനൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ക്രിട്ടിക്കാണ് ലംബ്രോസോ മെത്തേഡ്സ് വാസ് സയൻറ്റിഫിക്കലി ഫ്ലോഡ്. ഹി ലാക്ഡ് എ കൺട്രോൾ ഗ്രൂപ്പ് ഓഫ് നോൺ ക്രിമിനൽസ് ബട്ട് ഹി വാസ് ദ ഫസ്റ്റ് ടു അപ്ലൈ ദ സയൻറ്റിഫിക് മെത്തേഡ് ടു സ്റ്റഡി എ ക്രൈം. അപ്പോൾ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും എപ്പോഴും ഒരു സയൻറ്റിഫിക് റിസർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്രിമിനൽസിനെ സ്റ്റഡി ചെയ്ത് ക്രിമിനൽസിൽ 3/1 ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളവരാണെന്ന് പറയുമ്പോൾ ക്രൈം ചെയ്യാത്തവരിൽ ഈ ഫീച്ചേഴ്സ് ഉള്ള എത്ര പേരുണ്ടെന്നുള്ള സ്റ്റഡിയും കൂടെ നമ്മൾ നടത്തണം. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ജനറലി ഈ ഫീച്ചേഴ്സ് ഉള്ള ആളുകൾ ഒരുപാട് പേരും എന്താണ് ശരിക്കും മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റേസിസ്റ്റിക് പെർസ്പെക്റ്റീവ് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ എന്നുള്ളതൊന്ന് പോയി ഇത് തള്ളിക്കളഞ്ഞുവെങ്കിലും അദ്ദേഹം ഒരു ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് പ്രോപ്പർ സ്റ്റഡിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മെത്തഡോളജിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇയാളെ ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി നമ്മൾ വിളിച്ചു, ലംബ്രോസോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ റെലവൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. ബ്രീഫായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്യൂ തോന്നും. കാരണം ഒരുപാട് ഡെപ്തിൽ പോകാൻ ക്രിമിനോളജിയുടെ യഥാർത്ഥ ക്ലാസ് എടുക്കുന്ന പോലെ പോകാൻ അത്രയും മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യാനും നമുക്ക് സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ബ്രീഫായിട്ടുള്ള ഹെഡിങ്സ് നിൽക്കണം, എന്നാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുകയും വേണം എന്നുള്ളപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്ത് പോരാൻ ഞാൻ മാക്സിമം എന്തായാലും ശ്രമിക്കും. അടുത്തായിട്ട് വരുന്ന പേരാണ് എൻറിക്കോ ഫെറി, 1856 to 1929. അപ്പം എൻറിക്കോ ഫെറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലംബ്രോസോയുടെ ഒരു വളരെ വിലപ്പെട്ട സ്റ്റുഡൻറ്റ് പക്ഷേ പിന്നീട് ഇച്ചിരി ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ഒന്നും കുഴപ്പമില്ല. ഗബ്രിയൽ ടാർഡിയാണ് ഇവരെല്ലാം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം എൻറിക്കോ ഫെറി ചെയ്ത ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻറിക്കോ ഫെറി ഇദ്ദേഹം മറ്റേ ആൾ ബയോളജിക്കലായിട്ടുള്ള സ്റ്റഡീസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആന്ത്രോപോളജിയൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ മിടുക്കാൻ അദ്ദേഹം കുറേ തിരിച്ചടിയൊക്കെ കിട്ടിയത് ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എൻറിക്കോ ഫെറി മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് ചുമ്മാ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമല്ല, അതിനകത്ത് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് സോഷ്യൽ ഡിറ്റർമിനിസമാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പം ഡിറ്റർമിനിസം ഉണ്ട് എന്ന് പറയുന്ന പോസിറ്റീവ് സ്കൂളാണ്. ഇത് ചില ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ക്രൈമിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മറ്റേയാളത് ഫിസിക്കലി മാത്രം ഒതുക്കി നിർത്തിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സോഷ്യൽ ഡിറ്റർമിനിസം, കുറച്ച് സോഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ക്രൈമിലേക്ക് വരുന്ന സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് ക്രിമിനൽ സാച്ചുറേഷൻ. അതാണ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു കൺസെപ്റ്റ് തിയറി എന്ന് പറയുന്നത്. കുറേ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും സാമൂഹിക, സാമ്പത്തിക, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താണ് ഈ ഒരാൾ ക്രിമിനൽ ബിഹേവിയർ കാണിക്കാനുള്ള എല്ലാ ചെക്ക് ലിസ്റ്റും അവിടെ ക്രിമിനൽ സാച്ചുറേഷനിൽ അയാൾ എത്തി എപ്പോൾ വേണമെങ്കിലും ക്രിമിനൽ ബിഹേവിയർ കാണിക്കാവുന്ന സിറ്റുവേഷനിൽ എത്തും എന്നുള്ള രീതിയിലുള്ള തിയറിയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വെർഷനാണ് ഞാനിവിടെ പറഞ്ഞു പോയെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്
ഇതാ പറഞ്ഞ കാര്യങ്ങളാണ് ഫിസിക്കലായിട്ടുള്ള, അതായത് ഫിസിക്കൽ എന്ന് വെച്ചാൽ അയാളുടെ റേസ്, ക്ലൈമറ്റ്, ലൊക്കേഷൻ, അപ്പോൾ ആ സ്ഥലം അത് ബാധിക്കും. ആന്ത്രോപോളജിക്കൽ ഫീച്ചേഴ്സ്, അയാളുടെ വയസ്സ്, സെക്സ്, അതായത് സൈക്കോളജിക്കൽ കണ്ടീഷൻസ്, ഇതെല്ലാം എന്തിലേക്ക് വരും, ക്രിമിനലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ സോഷ്യലായിട്ടുള്ള സാഹചര്യം, അതായത് അവിടുത്തെ കസ്റ്റം എന്താണ്, റിലീജിയൻ മെജോറിറ്റി എന്താണ്, അല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇതെല്ലാം ബാധിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്ന് ബ്രീഫായിട്ട് നോക്കി പോകേണ്ടതായിട്ട് വരും. അപ്പം 3 കാറ്റഗറി അദ്ദേഹം പറഞ്ഞ ക്രൈം കോസേഷൻ 3 കാറ്റഗറി ആയിട്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ/ഇൻഡിവിജ്വൽ ഫീച്ചർ, റേസ്, സെക്സ്, ഏജ്, ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെയാണ് വരിക. ഇതൊക്കെ ഈ ലംബ്രോസോയിൽ നിന്ന് എടുത്തത്. അതുപോലെ തന്നെ ആന്ത്രോപോളജിയുടെ നമുക്ക് തന്നെ ഒരു ആന്ത്രോപോളജിക്കൽ ഐഡിയ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, സീസൺ. ഓക്കെ, ഇതിനൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഒരു ചില സ്ഥലത്ത് ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്, പട്ടിണിയും പരിവട്ടമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഒന്നുമില്ല, അവന് കട്ട് തിന്നേണ്ട വരും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളൊരു സാഹചര്യം പറയുന്നു. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ എന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, കസ്റ്റം, റിലീജിയൻ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഒരു ക്രൈം കോസ് ചെയ്യപ്പെടുക. അതാണ് ബേസിക്കലി എൻട്രിക്കോ ഫെറി പറഞ്ഞത്. ഫിസിക്കൽ മാത്രമല്ല, ഈ 3 കാര്യത്തിനും ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പീനലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഇയാൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് പീനൽ ഇതിൻ്റെ പണിഷ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവർക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ബിക്കോസ് ഫെറി ബിലീവ്ഡ് ഇൻ ഡിറ്റർമിനിസം, ബിഹേവിയർ ഇസ് കോസ്ഡ്. ഈ ആർഗ്യൂ ക്രിമിനൽസ് കാനോട്ട് ബി മോറലി ബ്ലെയിം. നമുക്ക് മോറലി ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവർക്ക് ആ സോഷ്യൽ കണ്ടീഷൻസും ഫിസിക്കൽ കണ്ടീഷൻസും ഒക്കെ ഉണ്ടാകാൻ നമ്മളും കാരണക്കാരനാണ്. സോഷ്യൽ ഇഷ്യൻ, പണിഷ്മെൻറ്റ് ഷുഡ് നോട്ട് ബി അബൌട്ട് ജസ്റ്റിസ് ഓർ റിവെഞ്ച് ബട്ട് അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് സൊസൈറ്റി. നമ്മൾ എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സമൂഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിമിനൽസിൽ നിന്ന്. അവിടെ നീതി നടപ്പാക്കലോ റിവെഞ്ചോ പരിപാടിയോ ഒന്നുമില്ല. അവരെന്താണ്, അവർ ജസ്റ്റിഫൈഡ് ആണ് ഓൾറെഡി. അവർ ക്രൈം ചെയ്യാനുള്ള എല്ലാ സാമൂഹിക അതിന് മറ്റ് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ അവർ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അടിച്ച് ഗിൽറ്റ് വരുത്തേണ്ട ആവശ്യം നിലനിൽക്കുന്നില്ല. അതിന് വരെ അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ, അതൊക്കെയാണ് ഇദ്ദേഹത്തിനെ പറ്റി ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. പിന്നെ പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഹി അഡ്വക്കേറ്റഡ് ഫോർ സോഷ്യൽ റിഫോംസ്, ബെറ്റർ എൻലൈറ്റിങ്, അത് എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്, ബെറ്റർ എഡ്യൂക്കേഷൻ, എക്കണോമിക് ചേഞ്ചസ് ആസ് എ വേ ടു പ്രിവെൻറ്റ് ക്രൈം ബിഫോർ ഇറ്റ് ഹാപ്പൻസ് റാദർ ദാൻ പണിഷിങ് ഇറ്റ് ആഫ്റ്റർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ്, അതാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ട് നമ്മൾ പണിഷ്മെൻറ്റിന് പകരം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ക്രൈം ചെയ്തതിന് ശേഷം പണിഷ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആ ക്രൈം ഇവിടെ നടക്കാണ്ടിരിക്കാൻ നോക്കാനാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷനും അത് സാമൂഹികമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വന്ന് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല ഇവരെ മോറലി നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്തൊരാൾ ക്രൈം ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം ആ ഒരു കാര്യത്തിലും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. കാരണം ഇതിന് മുന്നേ വന്ന ലംബ്രോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ക്രിമിനൽസ് ഇപ്പോഴേ പിടിച്ചകത്തിട്ടോ, ക്രൈം ചെയ്യുന്നവരെ കാത്തിരിക്കാനൊന്നും പോകണ്ട എന്നുള്ള സംഭവം പറയുമ്പോൾ അതല്ല ചെയ്യേണ്ടത്, മാറ്റത്തിന് വേണ്ടി റിഫോമിന് വേണ്ടി പ്രവർത്തിക്കൂ എന്നുള്ള രീതിയിലാണ് ഫെറി പറഞ്ഞു പോകുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അതൊന്നും ഇത്ര ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്നാലും ഓർത്ത് വെച്ചിരിക്കുക. പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് പണിഷ്മെൻറ്റ്സ് എന്താണ് ലൈക്ക് പ്രിവെൻറ്റിങ് ക്രൈം ഷുഡ് ബി ദ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെറി ക്രിമിനോളജിസ്റ്റിൽ ആരാണ് ഇതിന് പീനൽ ഈ പറഞ്ഞ പീനൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പണിഷ്മെൻറ്റിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് ഫെറി ആണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കി പോരാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രിമിനൽസിന് മേളിൽ വലിയ മോറൽ റെസ്പോൺസിബിലിറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫെറി ആണെന്ന് പറയാം. അത് അങ്ങനെ. അപ്പോൾ ക്രിമിനൽ സാച്ചുറേഷൻ തിയറി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഫെറിയുടെ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. ഓക്കെ, പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് സൊസൈറ്റിയിൽ നിന്ന് അതായത് പ്രിവെൻറ്റീവ് തിയറി. ഓക്കെ, പ്രിവെൻറ്റീവ് തിയറിയുടെ കൺസെപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്രിമിനോളജിസ്റ്റ് ആരെന്ന് വെച്ചാൽ നമുക്ക് ഫെറി എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോരാം. പിന്നെ അടുത്ത വരുന്ന ആളാണ് ഗബ്രിയൽ ടാർഡെ എന്ന് പറയുന്നത്. ഗബ്രിയൽ ടാർഡെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. നമ്മൾ ബാക്കി പഠിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരുണ്ട്, ഗാരഫാലോ, ഫെറി, ലംബ്രോസോ. ഇവരുടെ ആ ഒരു വ്യൂവിൽ നിന്ന് ഇച്ചിരി മാറി സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫെറിയും ലംബ്രോസയും ഒരു ബയോളജി അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ ആണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹം ഹ്യൂമൻ ഇൻട്രാക്ഷൻസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം ഈ പറഞ്ഞ ഒരാൾ ജനിക്കുമ്പോഴേ ക്രിമിനലാണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം
എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിനെ ഇദ്ദേഹം ഫുള്ളി എതിർത്തു. അതുപോലെ തന്നെ ഇദ്ദേഹം കുറച്ച് പുതിയ കോൺട്രിബ്യൂഷൻസ് നടത്തി. അതായത് സോഷ്യൽ ലേണിംഗ് വഴിയാണ് ശരിക്കും ക്രൈം സംഭവിക്കുക എന്നാണ് ടാർഡെ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് നമുക്ക് സദർലാൻഡിൻ്റെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞൊരു തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് വാല് പിടിച്ച് പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ടാർഡെ പറഞ്ഞ സംഭവം അതാണ്, ഒരാൾ ജനിക്കുമ്പോഴേ ഒന്നുമല്ല, അവൻ ജനിക്കുമ്പോൾ മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ഷൻ വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കൂടുതൽ അതിനകത്ത് പറയും തിയറി ഓഫ് ഇമിറ്റേഷൻ. ഓക്കെ, ഇമിറ്റേഷൻ അത് ആരുടെയാണ്? തിയറി ഓഫ് ഇമിറ്റേഷൻ ആരുടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗബ്രിയൽ ടാർഡയുടെ പേര് നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ ആരിൽ നിന്ന് കണ്ടുപഠിക്കുന്നു. ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ മുതിർന്ന ആൾക്കാരെല്ലാം മോഷ്ടിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഞാനും താഴെ നിന്നൊക്കെ പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ ഒന്ന് മോഷ്ടിക്കാം. അപ്പോൾ അവർ ബേസിക് സ്കിൽസൊക്കെ അവരുടെ വീട്ടിൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ പഠിക്കും. അപ്പോൾ അങ്ങനെ അവർ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ക്രൈം ചെയ്ത് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രാക്ഷൻ വഴി ഇതൊരു ലേൺഡ് പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളാണ് ടാർഡെ. അല്ലാണ്ട് ഇവനെ ഫിസിക്കലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ ക്രിമിനലാണെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ പൊന്നെ എന്നാണ് ഗബ്രിയൽ ടാർഡെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം പോസിറ്റീവ് സ്കൂളിൽ അത് വരുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ശരിക്കും പോസിറ്റീവ് സ്കൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള വ്യൂവിനല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എതിർത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. യുവം ദ ലോസ് ഓഫ് ഇമിറ്റേഷൻ. ഓക്കെ, ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം പറയുന്നത്? ദ ലോസ് ഓഫ്, ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്, തിയറി ഓഫ് ഇമിറ്റേഷൻ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് അത് ആരുടെയാണ്? ടാർഡയുടെ ആണ് എന്ന് ഓർത്തിരിക്കുക. ടാർഡെ ആർഗ്യൂഡ് ദാറ്റ് ക്രൈം ഈസ് എ ലേൺഡ് ബിഹേവിയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രൈം ലൈക്ക് അതർ സോഷ്യൽ ഫിനോമിനൻ സ്റ്റാർട്ട്സ് ആസ് എ ഫാഷൻ ആൻഡ് ബിക്കം കസ്റ്റം. ഈ ഡയലോഗ് ഓർത്ത് വെച്ചിരിക്കുന്ന ഡയലോഗാണ് കേട്ടോ. ക്രൈം ലൈക്ക് അതായത് ശരിക്കും ഒരു ബോൾഡ് ചെയ്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ക്രൈം ലൈക്ക് അതർ സോഷ്യൽ ഫിനോമിനൻ സ്റ്റാർട്ട്സ് ആസ് എ ഫാഷൻ ആൻഡ് ബിക്കം കസ്റ്റം. ഇത് പറഞ്ഞത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഡെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തി. അദ്ദേഹം പറയുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ വരുന്ന ബിഹേവിയറുകളാണ് നമ്മൾ ഫാഷൻസ് എന്ന് വിളിക്കുക. അതായത് ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാർ മോഷ്ടിക്കുന്നു, തട്ടിപ്പടത്തുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അങ്ങനെയുള്ള ഓരോ തട്ടിപ്പുകളായിട്ട് എഴുതുന്ന പിരമിഡ് സ്കീം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ ശരി പെട്ടെന്ന് പൈസ അടിക്കാം ഇതൊരു വഴി എന്ന് പറഞ്ഞു ശരിക്കും അത് കുറച്ച് കാലത്തേക്ക് അത് ഫാഷനാണ്. അത് പ്രൊലോങ്ഡ് പീരീഡിലോട്ട് ചെയ്യുമ്പോൾ അത് കസ്റ്റമായിട്ട് മാറും. ആ ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ കസ്റ്റമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അനന്തര തലമുറകളെല്ലാം അത് തന്നെ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് അതിൻ്റെ അവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കാരണമൊന്നുമല്ല. ഇപ്പോൾ ചില പറഞ്ഞു ഒരു സമൂഹത്തിൽ എല്ലാവരും മോഷ്ടിക്കുന്ന ആളുകളാണെന്ന് പറയുന്നത് അതൊരു ദിവസം ഇതേപോലെ ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് തുടങ്ങിയതാണ്. പിന്നെ അത് ചെയ്ത് കഷ്ടമായിപ്പോയി. അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത ജനറേഷൻ വരുമ്പോൾ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് ഇത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. അദ്ദേഹം പറഞ്ഞു ഈ ഇമിറ്റേഷൻ നടക്കാനുള്ള 3 ബേസിക് ലോസും അദ്ദേഹം പറഞ്ഞു. ദ ലോ ഓഫ് ക്ലോസ്, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ ലോ ഓഫ് ക്ലോസ് കോണ്ടാക്ട്. പീപ്പിൾ ഇമിറ്റേറ്റ് ദോസ് ഹു ആർ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഹൂ ദേ ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനിൽ നിന്ന് മോൻ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മോറൽസും കാര്യങ്ങളും അദ്ദേഹം എന്തുകൊണ്ട് മോഷ്ടിക്കുന്നു അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് അതൊക്കെ നമ്മൾ പഠിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി നമ്മളും അതേ ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലോ ഓഫ് ഇമിറ്റേഷൻ ഓഫ് സുപ്പീരിയേഴ്സ് ബൈ ഇൻഫീരിയേഴ്സ്. നമ്മുടെ മുകളിലുള്ള സുപ്പീരിയേഴ്സ് നമ്മളെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കാം, സമൂഹത്തിൽ വലിയ പേരുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ സുപ്പീരിയറായിട്ട് കാണുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് ചിലപ്പോൾ ക്ലോസ് കോണ്ടാക്ട് നമ്മൾ ചിലപ്പോൾ അച്ഛനായിരിക്കും, എൻ്റെ ഫ്രണ്ടായിരിക്കും, ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ കുറേ മോഷണം തട്ടിപ്പ് ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് ഞാൻ ആ തട്ടിപ്പ് പഠിക്കും. ഓക്കെ, അതാണ് ക്ലോസ് കോണ്ടാക്ട്. അപ്പോൾ അച്ഛൻ മാത്രമല്ല ഫ്രണ്ട് വന്നു. ഇപ്പോൾ സുപ്പീരിയറിൽ വരുമ്പോൾ ചിലപ്പോൾ അച്ഛൻ വരും, എന്താണ് എന്നെക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അവൻ കുറേ ക്രൈം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അവൻ കള്ളക്കടത്തി എടുത്തിയ പൈസ ഉണ്ടാക്കിയത് എന്നിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് പറയുമ്പോൾ ഞാനും നിന്ന് കള്ളക്കടത്തി ചെയ്ത് നോക്കിയേക്കാം, അല്ലെങ്കിൽ ഒന്ന് കഞ്ചാവ് കടത്തിയേക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പം ഇമിറ്റേഷൻ ബൈ സുപ്പീരിയേഴ്സ് ബൈ ഇൻഫീരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ലോ ഓഫ് ഇൻസർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ചിലപ്പോൾ ഒരു പുതിയ ബിഹേവിയർ വന്ന് പഴയ ബിഹേവിയറിനെ റീപ്ലേസ് ചെയ്യും. അതായത് ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഒരു വഴി വരുന്നില്ല, ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ലീഗലായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പരിപാടിയാണെങ്കിൽ പെട്ടെന്ന് താൽക്കാലികമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സംഭവം ചെയ്യാം എന്നുള്ള ഒരു സ്വഭാവം. പുതിയ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പുതിയ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ സൊസൈറ്റിയിലൂടെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. പിന്നെ അത് പതുക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങാം. അത് പിന്നെ ഫാഷനാകാം, അത് പിന്നെ കസ്റ്റമായി മാറാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ആദ്യമേ ഉള്ള ഒരാളിൽ നിന്ന് പഠിക്കാൻ 2 വഴിയും, പിന്നെ സൊസൈറ്റിയിലേക്ക് പുതിയ ക്രിമിനൽ ബിഹേവിയേഴ്സ് എപ്പോഴും പതുക്കെ കടന്നു വന്നുകൊണ്ടിരിക്കാനുള്ള വഴിയായിട്ട് ലോ ഓഫ് ഇൻസർഷൻ. അതാണ് അദ്ദേഹം ലോ ഓഫ് ഇൻസർഷൻ. പുതിയ ക്രിമിനൽ ബിഹേവിയേഴ്സ് എപ്പോഴും പതുക്കെ ഒരു സൊസൈറ്റിയിലേക്ക് വരികയും അത് പിന്നെ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പം ഇമിറ്റേഷൻസിൻ്റെ റൂൾസ് ആയിട്ടാണ് അദ്ദേഹം ഇത് 3 പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ക്രിമിനോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇദ്ദേഹം
ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം ശരിക്കും സോഷ്യോളജിക്കൽ സ്കൂളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. ശരിക്കും ടാഡയിൽ നിന്നാണ് സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി, ഇത് സദർലാൻഡിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ശരിക്കും ഇത് ലേണിംഗ് പ്രോസസ്സാണ്, ലേണിംഗ് തിയറീസും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് പോകാൻ കാരണം ശരിക്കും ഈ പറഞ്ഞ ടാർഡെ ആണ്. അപ്പം ഈ ആക്ട് ആസ് എൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് പോസിറ്റീവ് സ്കൂൾ ആൻഡ് ലേറ്റർ സോഷ്യോളജിക്കൽ സ്കൂൾ. സോഷ്യോളജിക്കൽ സ്കൂളിൻ്റെയും പോസിറ്റീവ് സ്കൂളിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തത് ആരാണ്? ടാർഡെ ആണ് എന്നാണ് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് ക്രൈം അല്ലെങ്കിൽ ക്രിമിനൽ ഈസ് എ പ്രൊഫഷണൽ റോൾ ആൻഡ് ലേൺഡ് ത്രൂ സോഷ്യൽ എക്സ്പീരിയൻസ്. ഒരാൾ ക്രിമിനലായി എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിലെ വളരെ പ്രൊഫഷണലായിട്ടുള്ള റോളാണെന്നുള്ളതും അദ്ദേഹം അതൊരു സോഷ്യൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ് എന്നുള്ളതുമാണ് ഇദ്ദേഹത്തിൻ്റെ ടാർഡയുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഒരു സെഷനിൽ നോക്കി പോയാൽ മതി. അപ്പോൾ ഇന്ന് നോക്കിപ്പോയ കാര്യങ്ങളൊന്ന് ഓർഡർ പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ക്രിമിനോളജിയുടെ ആ വാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രൈം ആൻഡ് ലോജിയ എന്നുള്ളത്, സ്റ്റഡി ഓഫ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തത് സദർലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതാണ് അവിടെ പ്രധാനമായിട്ട് വരിക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾസിനെ നമ്മൾ ബ്രീഫായിട്ടൊന്ന് നോക്കി വന്നു എന്നാണ് ആ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രീ ക്ലാസിക്കൽ സ്കൂൾ നോക്കി, അതിൻ്റെ സെൻറ്റ് അക്വിനാസ് ആയിരുന്നു പ്രധാനമായിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഡിമോണോളജിക്കൽ തിയറിയൊക്കെയാണ് അന്ന് ക്രൈം ചെയ്യാൻ ഡിമോൺസ് ആയിരുന്നു കാരണം എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നാച്ചുറൽ സ്കൂളിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെയാണ്. പിന്നെ ക്ലാസിക്കൽ അപ്രോച്ച് വന്ന്, ക്ലാസിക്കൽ അപ്രോച്ചിലാണ് ബെക്കാരിയൊക്കെ കയറി വരുന്നത്, അതുപോലെ തന്നെ ജെറമി ബെന്താമൊക്കെ കയറി വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക ഹീഡനിസം, പെയിൻ ആൻഡ് പ്ലഷർ തിയറിയൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൈം ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ടിനെ പണിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രൈമിനെയൊക്കെ ഒരു ആക്റ്റാക്കി തിരിക്കും, അതിനൊക്കെ ഓരോ പണിഷ്മെൻറ്റ് വയ്ക്കും എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പോൾ അവിടെ ആക്ടിലേക്ക് ഫോക്കസ് വന്നു, ഇൻറ്റൻഷനിലോട്ടൊന്നും ഫോക്കസ് പോയില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രീ ക്ലാസിക്കൽ വരുന്നുണ്ട്. അവർ ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ പറയുന്നു. ഓരോ സാഹചര്യങ്ങൾ, ഇൻഡിവിജ്വൽ സർക്കംസ്റ്റൻസ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ പോസിറ്റീവ് സ്കൂൾ. പോസിറ്റീവ് സ്കൂൾ വന്നപ്പോഴത്തേക്ക് അത്രയും കാലം ഫോക്കസ് ഒന്ന് ഈ ദൈവത്തിലോ അല്ലെങ്കിൽ ക്രൈമിലോ ആയിരുന്നു. അത് വിട്ടിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നൊരു സംഭവം, അതായത് ക്രിമിനൽസിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് പോസിറ്റീവ് സ്കൂൾ എഴുതുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവർ ഈ പറഞ്ഞ ആന്ത്രോപോളജിക്കലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ളത്, അങ്ങനത്തെ ഫീച്ചേഴ്സിലേക്കൊക്കെ ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അവരുടെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ക്രിമിനലിൻ്റെ ചുറ്റുപാടിനെ നമുക്ക് പഠിക്കാം. അങ്ങനത്തെ ചുറ്റുപാട് മറ്റ് ക്രിമിനൽസിന് ഉണ്ടാവാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഫീച്ചേഴ്സുള്ള ആളുകളെ കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്താം എന്നുള്ള ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ അതിൽ ആദ്യത്താണ് ലംബ്രോസോ എന്ന് പറയുന്നത്. ആന്ത്രോപോളജിക്കലായിട്ടുള്ള സ്റ്റഡീസാണ് പുള്ളി കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്രിമിനൽസിനെ കണ്ടെത്താൻ ശ്രമിച്ചു. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു തിയറിയായിരുന്നു. അറ്റാവിസ്റ്റിക് മാൻ എന്നൊക്കെ പറയുന്ന പുള്ളി കണ്ടുപിടിച്ച പരിപാടിയാണ്. പുള്ളി പറഞ്ഞ പോലെ എവല്യൂഷനിൽ റിവേർഷൻ സംഭവിച്ച ആളുകളെല്ലാം ക്രിമിനൽസ് ആകുമെന്നുള്ളൊരു പോയിൻ്റൊക്കെയാണ് പുള്ളി പിടിച്ചത്. അതിനുശേഷമാണ് പുള്ളിയുടെ ശിഷ്യം വന്നത്. എൻട്രിക്കോ ഫെറിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. എൻട്രിക്കോ ഫെറി വന്നിട്ട് എന്ത് പറഞ്ഞു? എൻട്രിക്കോ ഫെറി വന്നിട്ട് പറയുന്നത് ഇത് മാത്രം ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റ് രണ്ട് ഫീച്ചേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ, സോഷ്യലായിട്ടുള്ളതും മറ്റും ഫീച്ചേഴ്സുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ക്രൈം കമ്മിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ സാച്ചുറേഷൻ, 3 കാര്യങ്ങൾ വരുമ്പോൾ സാച്ചുറേഷൻ ആയി എന്നുള്ള രീതിയിൽ പുള്ളി കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞ് അതങ്ങനെ റെഡിയാക്കി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടാർഡെ വന്നു, ഫ്രഞ്ചുകാരൻ. ടാർഡെ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും അത്രയ്ക്ക് ശരിയായിട്ടുള്ള പരിപാടിയല്ല, ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അവന് ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസസ് വഴിയാണ് അവൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് മിക്കവരും ക്രൈം പഠിക്കുക. ക്രിമിനൽ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ റോളാണ്. അത് ഇങ്ങനെ കണ്ട് ഒരു പഠിക്കുന്ന ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് വഴി പഠിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിയറി ഓഫ് ഇമിറ്റേഷനൊക്കെ പറഞ്ഞു. ഇമിറ്റേഷന് 3 റൂൾസും അദ്ദേഹം പറഞ്ഞു. അതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഗബ്രിയൽ ടാഡെ ആയിരുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ പോസിറ്റീവ് സ്കൂളിലും സോഷ്യോളജിക്കൽ സ്കൂളിനും ഇടയിൽ ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള വ്യക്തി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ കിട്ടും. സെഷൻ ഓക്കെ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. സൗണ്ട് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, കാരണം ഞാനിത് ഒരു പുതിയ സിസ്റ്റത്തിലാണ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.